ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫിഷിങ്ങിന് പോവാണ്. ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫിഷിങ്ങിൻ്റെ ഷോപ്പിൽ പോയപ്പം അവിടെ 200 ദിറംസൊക്കെയാണ് ഫിഷിങ്ങിൻ്റെ ഫുൾ സെറ്റിന്, സ്റ്റിക്കും ബാക്കി സംഗതികളൊക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫിഷ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇതാണ് നല്ലത്. ഇത് കയ്യിലിട്ടിട്ട് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ വലയല്ല പിന്നെ മീൻ പിടിക്കാൻ വേണ്ടി എറിയുന്ന ആ സാധനമാണ്. അപ്പോൾ അത് ആൾ സെറ്റ് ചെയ്ത് തന്നു. ഇതിനകത്ത് കുളത്തും പിന്നെ ഒരു ചെറിയൊരു വെയിറ്റും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് 2 തരത്തിൽ ഫിഷ് ചെയ്യാം. ഒന്ന് ഈ സാധനം ഇട്ടിട്ട് മൈദ ചെറിയ കൺസിസ്റ്റൻസിയിൽ ഉരുട്ടിയിട്ട് അത് തീറ്റാക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ കുറച്ച് മീൻ വാങ്ങിച്ചു. പുള്ളി ചെമ്മീൻ വാങ്ങിക്കാനാണ് പറഞ്ഞത് അവിടുത്തെ ആൾ. ചെമ്മീൻ കിട്ടിയില്ല, അതുകൊണ്ട് സാധാ മത്തിയോ അങ്ങനെ എന്തോ ഒരു മീൻ മേടിച്ചു. കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മളപ്പം ഫിഷിങ്ങിന് പോവാണ്. ഇതാണ് നമ്മൾ ഫിഷ് ചെയ്യാൻ പോകുന്ന ബീച്ച്. ഇതൊരു കോർണിഷ് സൈഡാണ്. ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ചെറിയ റീലിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആളുകൾ മീൻ പിടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഞാൻ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരാൻ എന്ന് തീരുമാനിച്ചത്. ഇവിടെ മീൻ പിടിക്കാൻ പാടുമോ എന്നുള്ള കാര്യം അറിയില്ല, കണ്ടു കഴിഞ്ഞാൽ അറിയുള്ളൂ. അവിടെ ദൂരെ കാണുന്ന കല്ലിൻ്റെ അതില്ലേ, അതിൻ്റെ പിൻഭാഗത്താണ് മീൻ പിടിക്കുന്നത്. അവിടെയാണ് മീൻ പിടിക്കുന്നത് കണ്ടത്. എന്തായാലും പോയി നോക്കാം. അവിടെയും പിടിക്കാം, ഇവിടെയും പിടിക്കാം. ഇങ്ങോട്ട് പോയി നോക്കാം. അതാണ് അടുത്ത്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഇവിടെ ലൈഫ് ഗാർഡ്സ് ഉണ്ട്. അവർ നോക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ചെറിയൊരു ഭയം, അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചു. തൊട്ട അപ്പുറത്തുള്ള സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നടക്കാനുണ്ട്. ആളുകളൊക്കെ കുളിക്കാൻ വേണ്ടി വന്നിട്ടുള്ള സമയമാണ്. ഇതൊരു നല്ല രസമുള്ള ബീച്ചാണ് എന്തായാലും. ഇത് നോ സ്വിമ്മിങ് ഏരിയ ആണ്. ചെറിയൊരു പ്ലേ ഗ്രൗണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഞാൻ കുറേ കാലമായി ഈ ഭാഗത്ത് താമസിക്കുന്നെങ്കിലും ഇങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല. അവിടെ അങ്ങ് ദൂരെ ആരോ മീൻ പിടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു സ്റ്റിക്ക് കുത്തി വെച്ച പോലെ തോന്നുന്നുണ്ട്. നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുള്ളി എൻ്റെ ഏരിയയാണ്, ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുമെന്ന് അറിയില്ല. പോയി നോക്കാം. നല്ല സൂപ്പർ ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിനേക്കാൾ നല്ലൊരു വൈബാണ്. തൊട്ടടുത്ത് കടൽ. ഒരു രസമുള്ള പരിപാടിയാണ്. കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അവിടെ ഒരാൾ നടക്കുന്നത്, മീൻ പിടിക്കുന്ന ആൾ എന്നാണ് തോന്നുന്നത്. ഇതേത് ഭാഗത്ത് ഇതിട്ടാലാ മീൻ കിട്ടുക എന്ന് പോലും എനിക്കറിയില്ല. ഒരു മീൻ കിട്ടുമെന്നാണ് ഞാൻ ഈ ഈരൊക്കെ മേടിച്ച ഷോപ്പിലെ ആൾ പറഞ്ഞത്. തുടക്കക്കാർക്ക് മീൻ കിട്ടുമോ അത്രേ. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇത് തുടക്കക്കാരെ മീൻ തന്ന് ഇതിലേക്കങ്ങ് ഇൻട്രസ്റ്റ് ആക്കി ഇടുന്നൊരു പരിപാടി ഉണ്ട്, പിടിച്ചിടുന്നൊരു പരിപാടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അത് ചിലപ്പോൾ ആളുടെ എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ ചെറുപ്പത്തിലൊക്കെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ, ചെറിയ കുളത്തിലൊക്കെ. അതും എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പോയിട്ടുണ്ട്, എന്തായാലും നോക്കാം. നല്ല സ്ലിപ്പറി ആയിട്ടുള്ള കല്ലാണ്. ഇതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് നോക്കാം. പിന്നെ സ്റ്റിക്ക് വെച്ചിട്ട് എൻ്റെ സ്റ്റിക്കല്ല, എൻ്റെ ജസ്റ്റ് ഒരു ഈര മാത്രം. അത് വെച്ചിട്ട് കുളത്തിലൊക്കെയാണ് മീൻ പിടിക്കാൻ പറ്റും. സ്ഥലത്തൊന്നും ഇടാൻ പറ്റില്ല. വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഇട്ടിട്ട് പോകാമെന്ന് മാത്രം. പ്രതീക്ഷ കുറഞ്ഞുകൊണ്ട് വരികയാണ്.
ഒന്നും കിട്ടിയില്ല. ഒരു 10-15 മിനിറ്റ് അവിടെ ഇട്ടുള്ളൂ. അപ്പോഴത്തേനും ഹുക്ക് പോയി. ഹുക്ക് ഈ കല്ലിൽ കുളത്തിപ്പോയി. നമ്മുടെ ചെറിയ സെറ്റപ്പിൽ ഇടാൻ പറ്റിയ സ്ഥലമല്ല അത്. നമ്മുടെ അത് കുളത്തിലേ പറ്റുള്ളൂ. കാര്യം നമുക്ക് ദൂരത്തേക്ക് എറിയാൻ പറ്റണില്ല. പിന്നെ തിരിച്ച് വലിക്കുമ്പോൾ ഹുക്ക് കല്ലിൽ കുടുങ്ങിയിട്ട് ഹുക്ക് പോവുക. അതുകൊണ്ട് ചെറിയ ആൾക്കാർക്ക് പറ്റിയ പരിപാടി അല്ല അത്. വല്ല കുളത്തിലങ്ങോട്ട് പോകേണ്ടി വരും. ഇവിടെ കുളമല്ല, പിന്നെ ഉള്ളത് കോർണിഷാണ്. കായൽ പോലത്തെ കെട്ടി ഉണ്ടാക്കിയ സ്ഥലങ്ങളുണ്ട്, അവിടെ പോകേണ്ടി വരും. ഇവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് വെയിലായി കഴിഞ്ഞാൽ മീൻ കിട്ടില്ല എന്നാണ്. രാവിലെ നേരത്തെയും പിന്നെ വൈകുന്നേരങ്ങളിലും അത്ര മീൻ ഉണ്ടാവുക. പിന്നെ ഓരോ ഏരിയയിലും ഓരോ തരം മീനാണെന്ന്. ഇവിടെ ഹമൂർ ഉണ്ടാവില്ല. ഹമൂർ പിടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ വന്നത്. ആൾ പറഞ്ഞു ഇവിടെ ഹമൂർ ഉണ്ടാവില്ല, ഇവിടെ ശേരി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. എന്ത് കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡിലാണ് വന്നത്. പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്താണെങ്കിലും തിരിച്ചു പോവാണ്. വൈകുന്നേരം മേ ബി ഒന്നുകൂടെ വരാം എന്ന് വിചാരിക്കുന്നു. ഇത് തിരിച്ചിറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട് ചെറുതായിട്ട്. കുഴപ്പമില്ല, ഇറങ്ങി. പക്ഷെ നല്ല രസമുള്ള സ്ഥലമാണ്. സ്ഥലം എനിക്കിഷ്ടമായി. പക്ഷേ ചെറിയ സെറ്റപ്പിൽ എവിടെ പോയാലും പിടിക്കാൻ പറ്റുകയെന്ന് അറിയില്ല. ഇത് എന്താ ഞണ്ട് പിടിക്കാൻ എന്താ സംഗതിയാന്ന് തോന്നുന്നുണ്ട്. ഞാൻ വേറെ എവിടെ ഒരു വീഡിയോയിൽ കണ്ടു. എന്താണെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി. ഒരു ദിവസം മീൻ പിടിക്കും, നോക്കാം. ഇവിടെ പിള്ളേർ കളിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ പിള്ളേർ മാത്രമല്ല, വലിയ അറബിയാണോ? വണ്ടി നിർത്തിട്ട് കുറച്ച് ദൂരെ എന്താ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത ഫിഷിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.